നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. AFMC പൂനെ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ. ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ മെഡിക്കൽ എന്ന സ്വപ്നവും അതോടൊപ്പം രാജ്യസേവനവും കൂടി ഒരുമിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ MBBS പഠനവും അതോടൊപ്പം രാജ്യത്തിനായി ആതുര സേവനത്തിനായി ഒരു മിലിറ്ററി സർവൻ്റായി നമുക്ക് ഏറ്റവും നല്ല കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ മേഖലയാണല്ലോ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. യാതൊരുവിധ പഠന ചെലവുമില്ലാതെ, ട്യൂഷൻ ഫീസോ ഫുഡ് ആൻഡ് അക്കോമഡേഷനോ യാത്രാ ചെലവുകളോ ഒന്നുമില്ലാതെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജിൽ ഉന്നതമായ വിദ്യാഭ്യാസം സാധ്യമാകുന്ന ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് MBBSൻ്റെ 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള 145 MBBS സെലക്ഷൻ, അതിനുവേണ്ട ഷോർട്ട് ലിസ്റ്റ് 1150 ആൺകുട്ടികളുടെയും 350 പെൺകുട്ടികളുടെയും ഷോർട്ട് ലിസ്റ്റ് AFMCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 2024 മെയ് 5 നടന്ന നീറ്റ് എൻട്രൻസ് എക്സാമിൽ പെൺകുട്ടികൾക്ക് 681 മാർക്കിന് മുകളിലും ആൺകുട്ടികൾക്ക് 666 മാർക്കിന് മുകളിലും 681 ഫോർ ഗേൾസ് ആൻഡ് 666 ഫോർ ബോയ്സ് ആണ് 2024 നീറ്റ് മാർക്കിൻ്റെ കട്ട് ഓഫ്. ഈ മാർക്കിന് മുകളിൽ മേടിച്ചിരിക്കുന്ന കുട്ടികളുടെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ AFMCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നീറ്റ് 2024 നമുക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റായിട്ടുള്ള mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ആദ്യ റൗണ്ടിന് രജിസ്റ്റർ ചെയ്യുകയും AFMC എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തവരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ 27 രാവിലെ മുതൽ AFMC പൂനെയുടെ ക്യാമ്പസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഷോർട്ട് ലിസ്റ്റും അതോടൊപ്പം വിശദമായ നോട്ടിഫിക്കേഷനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് AFMC dg1d.gov.in എന്ന AFMCയുടെ വെബ്സൈറ്റിലാണ്. സ്ക്രീനിംഗ് ഫോർ MBBS അഡ്മിഷൻ അറ്റ് AFMC പൂനെ 2024. MBBS admission into Armed Force Medical College Pune through NEET UG exam 2024. Based on the list of candidates who have registered on MCC website for admission into AFMC Pune, the list of screening along the reporting date and time is given below. നമുക്ക് നമ്മുടെ റോൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 27 മുതൽ പൂനെയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 5 ധന്വന്തരി ഓഡിറ്റോറിയത്തിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഏകദേശം എല്ലാ കുട്ടികളും 2 ദിവസം അവിടെ നിൽക്കാൻ പാകത്തിന് തന്നെയാണ് ചെല്ലേണ്ടത്. ഏതാണ്ട് 10 മണിക്കൂറോളമുള്ള ഒരു ഫാസ്റ്റിംഗ് എംറ്റി സ്റ്റൊമക്കുമായിട്ടാണ് വിദ്യാർത്ഥി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് രക്തസാമ്പിളുകൾ, ബ്ലഡ് സാമ്പിളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസവും എംറ്റി സ്റ്റൊമക്കുമായിട്ട് നിയർലി 10 hours or 8 hours ഫാസ്റ്റിങ്ങോടുകൂടി MD സ്റ്റൊമക്കുമായിട്ടാണ് ഗേറ്റ് നമ്പർ 5 ധന്വന്തരി ഓഡിറ്റോറിയത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു ദിവസം 2 ബാച്ചാണുള്ളത്. കുറച്ച് ബാച്ചുകൾക്ക് 7 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ബാച്ചിന് 8 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ചുള്ള ലിസ്റ്റിൽ കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കുക. 7 മണിക്കുള്ള സമയമാണോ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, അതോ 8 മണിക്കാണോ എന്നുള്ളത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുകയും AFMC പൂനെയിൽ ഇൻ്റർവ്യൂവിനും മെഡിക്കൽ ടെസ്റ്റിനുമായിട്ട് നമ്മൾ ചെല്ലുന്നവർ 26 വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് oic@admission@gmail.com എന്ന ഇമെയിലിലേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെല്ലുന്നുണ്ട് എന്നുള്ള വില്ലിങ്നെസ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലിൽ നിന്ന് അയക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. AFMC അഡ്മിഷൻ സ്ക്രീനിങ് ഫോർ നീറ്റ് UG 2024 വില്ലിങ്നെസ്, നമ്മുടെ നീറ്റിൻ്റെ റോൾ നമ്പറും നീറ്റിൻ്റെ സ്കോർ കാർഡും കൂടെ കൂട്ടി oic@admission@gmail.com 26 നമ്മൾ ആദ്യം ഇമെയിൽ ചെയ്യണം. നമുക്കറിയാം, വിശദമായിട്ടുള്ള നമ്മളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ AFMCയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നമ്മൾ കൊണ്ടുചെല്ലണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മളുടെ ബ്ലഡ് സാമ്പിൾ ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനയാണ് ആദ്യം നടക്കുന്നത്.
അതിനുശേഷം അന്ന് തന്നെ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലോജിക്കൽ റീസണിങ് ടോളർ അതും നമ്മൾ അന്ന് തന്നെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നു. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് PAT, അതുപോലെ ഇൻ്റർവ്യൂ ബൈ ദ ബോർഡ് ഓഫ് ഓഫീസേഴ്സ്, മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ബോർഡ്. ഇങ്ങനെയായിരിക്കും 2 ദിവസമായിട്ട് നടക്കുന്ന AFMC MBBSൻ്റെ ഇൻ്റർവ്യൂ. റിപ്പോർട്ടിംഗ് ടൈം ഫോർ ദ അഡ്മിഷൻ സ്ക്രീനിംഗ് പ്രോസസ് ഫോർ 2 സ്ലോട്ട്സ് അറ്റ് AFMC Pune is 7 AM and 8 AM respectively mentioned for each batch. The candidates will undergo document verification. ആദ്യത്തെ ദിവസം ടോളർ, നമ്മുടെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, പാറ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഓൺ ദ സെയിം ഡേ ഓഫ് റിപ്പോർട്ടിംഗ്. നമ്മൾ ചെല്ലുന്ന ആദ്യ ദിവസം തന്നെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ടോളറും പാറ്റും ഇൻ്റർവ്യൂവും. അതിനുശേഷം പിറ്റേ ദിവസമായിരിക്കും മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്നത്. ബ്ലഡ് സാമ്പിൾ കളക്ഷൻ വിൽ ഓൾസോ ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ ഡേ 1 ആൻഡ് USG അബ്ഡോമൻ വിൽ ബി ഡൺ ഓൺ ഡേ 2. 2 ദിവസവും നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം 12 hours ഫാസ്റ്റിംഗ് ഉള്ളതാണ് വേണ്ടത്. വെള്ളം മാത്രമേ നമുക്ക് അതിനിടയിൽ കഴിക്കാനുള്ള അനുവാദമുള്ളൂ. സെക്കൻഡ് ഡേയിൽ മിനിമം 8 hours ഫാസ്റ്റിംഗ് ആണ് അവർ പറയുന്നത്. അതുപോലെ candidates are advised to get their earwax cleaned before reporting for the screening. പ്രധാനമായിട്ടും തന്നെ എല്ലാവരും ഇയർവാക്സ് ക്ലീൻ ചെയ്തിട്ട് തന്നെ വേണം AFMCയിൽ ചെല്ലാൻ. All candidates are also advised to read the manual of medical standards. നമ്മളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള എല്ലാം നമ്മൾ മെഡിക്കൽ ബുള്ളറ്റിൻ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെല്ലാനായിട്ട്. മാക്സിമം നമുക്ക് 2 അല്ലെങ്കിൽ 3 ദിവസം, നമ്മളുടെ എത്രത്തോളം കുട്ടികൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ദിവസം അവിടെ നിൽക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം എല്ലാ കുട്ടികളും ചെല്ലാനായിട്ട്. നമുക്ക് അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുചെല്ലേണ്ട സർട്ടിഫിക്കറ്റുകൾ, NEET UG 2024 അഡ്മിറ്റ് കാർഡ്, നമുക്കറിയാം നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും exams.nta.nic.in/NEET എന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് അഡ്മിറ്റ് കാർഡ് വേണമെങ്കിൽ പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ആദ്യത്തെ പേജിൽ മുകളിൽ ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ട്. താഴെ ഒരു ഫോട്ടോ ഒട്ടിക്കുന്നു, നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടുന്നു, നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഉള്ള ഒരു അഡ്മിറ്റ് കാർഡ്, നമ്മുടെ സ്കോർ കാർഡ്, 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, TC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ക്ലാസ് 10 ഉള്ളതുകൊണ്ട് അത് മതിയാകും, ആധാറിൻ്റെ ഒറിജിനൽ, നാഷണാലിറ്റി അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, അത് നോട്ടറിയെ കൊണ്ടാണ് സൈൻ ചെയ്യിക്കേണ്ടത്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ AFMCയിൽ തന്നെ നോട്ടറി ഉണ്ട്, അതവർ ചെയ്തു തരും. നമ്മൾ ഇപ്പോൾ ബെർലിനിൽ നിന്നൊക്കെയുള്ളതാണെങ്കിൽ ബെർലിനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാൽ മതിയാകും. നോട്ടറിയും അതിൻ്റെ ജുഡീഷ്യൽ ഏരിയയിലുള്ള സ്റ്റാമ്പ് പേപ്പറും എല്ലാം അവിടെയുണ്ട്, അത് അവിടെ നിന്ന് തന്നെ ചെയ്തു തരും. അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നമുക്ക് SC ST ആണെന്നുണ്ടെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇനി നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ FIR ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റ് നമുക്ക് കൂടുതലായിട്ടുണ്ടോ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, കാരണം ഈ അവൈലബിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ ഡൊമിസിൽ സർട്ടിഫിക്കറ്റോ NCCയോ സ്പോർട്സ് സർട്ടിഫിക്കറ്റോ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ കൊണ്ടുപോയാൽ മതിയാകും. പക്ഷേ നമ്മളുടെ ഇൻ്റർവ്യൂവിൽ നമുക്കറിയാം മൊത്തത്തിൽ ഇതിൽ 200 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്, അതുപോലെ ടോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, എല്ലാത്തിനും കൂടി 200 മാർക്കാണ് നമുക്ക് നീറ്റിൻ്റെ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനലായിട്ടുള്ള 145 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള NCCയുടെ സർട്ടിഫിക്കറ്റ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ MCCയുടെ സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഒരു പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും നല്ലതാണ്. 16 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 16 സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. നീറ്റ് 2024 കട്ട് ഓഫ് ഗേൾസിന് 681 ആൻഡ് എബവ്, ബോയ്സിന് 666 ആൻഡ് എബവ് മാർക്കാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള യോഗ്യത. ബാച്ച് നമ്പർ 1 ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റിപ്പോർട്ടിംഗ് 27 ഓഗസ്റ്റിനാണ് ആദ്യത്തെ ബാച്ചിന് 7 AM. പേരും റോൾ നമ്പറും ഉണ്ട്. ഇതിൽ അവനവൻ്റെ റോൾ നമ്പർ നോക്കിയിട്ട് ഏത് സമയത്താണ്, 7 മണിക്കാണോ 8 മണിക്കാണോ 27 ആണോ 28 ആണോ 29 ആണോ എന്ന് നോക്കിയിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം AFMCയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും ഒരു റിസൾട്ട് വരും.
ആ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ AFMCയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു സെറ്റ് കോപ്പി, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പികൾ ഉണ്ടായിരിക്കണം. കോപ്പി അവർ മേടിച്ച് വെക്കുകയുള്ളൂ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരും. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഇന്നൊരു അലോട്ട്മെൻറ്റ് കിട്ടും. അത് നമുക്ക് 29th മുമ്പായിട്ട് തിരികെ വരുന്ന വഴി ആ കോളേജിൽ അഡ്മിഷനും എടുത്ത് നമുക്ക് അതും റെഡിയാക്കാം. കാരണം AFMCയുടെ ഷോർട്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു അഡ്മിഷൻ കിട്ടും. ആ ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും തിരികെ വരുന്ന വഴി 29th മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ AFMCയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻ്റർവ്യൂവിന് നല്ലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ മെഡിക്കലി ഫിറ്റ് ആകാനുള്ള കാര്യങ്ങൾ എല്ലാം AFMCയുടെ വെബ്സൈറ്റിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട്. ഇതിനകത്ത് നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഇയർ വാക്സ് ക്ലീൻ ചെയ്ത് നല്ലൊരു കോൺഫിഡൻറ്റോടുകൂടി വേണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജനറൽ നോളജ്, ഏറ്റവും പുതിയ കാര്യങ്ങൾ, അപ്ഡേഷൻസ്, ലോകത്തിലെ ഏറ്റവും പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ നിങ്ങളുടെ യാത്രാ കാര്യങ്ങൾ, നിങ്ങൾ ഏത് വണ്ടിക്കാണ് വന്നത്, അതിൻ്റെ ഫെയർ എത്രയാണ്, അതിൻ്റെ നമ്പറുകൾ എത്രയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ആയിരിക്കാം ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത്. നിങ്ങൾ ട്രെയിനാണോ വന്നിരിക്കുന്നത്, ആ ട്രെയിനിൻ്റെ നമ്പർ എത്രയാണ്, അതിൻ്റെ ടിക്കറ്റ് ഫെയർ എത്രയായിരിക്കും, നിങ്ങൾ ഫ്ലൈറ്റിനാണ് വന്നതിന് അതിൻ്റെ കാര്യം, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ മൈന്യൂട്ടാന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത്. അപ്പം അതിൽ ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധത്തോടുകൂടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല പ്ലസൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ നീറ്റ് 2024 വഴി നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന AFMC MBBSലേക്ക് നിങ്ങൾ എത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.